ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ സോനാസ് വ്ലോഗ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം. ഞാൻ നിങ്ങൾ സ്വന്തം സോന. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ പോകണേണ്. നാളെ മോർണിംഗ് 9:10 നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഡ്രസ്സ് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെന്താ, അപ്പം ഞാൻ പാർട്ട് 1, 2, 3 ഒക്കെ ആയിട്ട് ഞാനാണ് പ്ലാൻ ചെയ്യണത്. ഇൻഷാല്ലാ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോക്ക് എല്ലാവരും സ്റ്റേ ട്യൂൺ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇട്ടു ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ പോകാൻ പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 ദിവസത്തേക്ക് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലോ എനിക്കിടാനായിട്ട് ജീൻസും ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പക്ഷേ ഈ പ്ലാൻ ചെയ്യണ പോലെയൊന്നും അല്ല നമ്മൾ ഇട്ടത്. അത് വേറെ കാര്യം. ഡാവുമേൽ നെയ്റ്റി, അവിടെ പോകുമ്പോൾ ഇടാനുള്ള ചുരിദാർ, കല്യാണത്തിനിടാനുള്ള ഡ്രസ്സ്, പിന്നെ എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ്, വാപ്പിക്ക്, ഭയ്യാക്ക് എല്ലാവരുടെയും നമ്മൾ എടുത്ത് ഓൾറെഡി കണ്ടോ. ഷർട്ടും എല്ലാം പാൻറ്റും ഷോളും എല്ലാം എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാം സെറ്റാക്കി വെച്ചേക്കണേണ്. അങ്ങനെതാ നമ്മൾ രാവിലെ എണീറ്റിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണേണ്. നമ്മൾ ബസ്സിന്, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ബസ്സുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നത്. അവിടെ നടക്കണേ കുറച്ച് ലേറ്റ് ആയെന്നുള്ള രീതിയിലാണ് നടന്നത്. ബട്ട് ലേറ്റ് ആയിട്ടുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എന്തോ ആയിരുന്നു ട്രെയിൻ വന്നത്. ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി. സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എന്തോ ആണ് ട്രെയിൻ വന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതായിരുന്നു. കണ്ടത് ഇതേപോലത്തെ ചെയറായിരുന്നു. ഇപ്പം അധികം ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയല്ല, മുട്ടക്കറി ഉണ്ടാക്കി. അപ്പം നമ്മൾ വാങ്ങിയതാണ്. അങ്ങനെ അപ്പം മുട്ടക്കറി ആയിരുന്നു നമുക്ക് ഫുഡായിട്ട് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ നമുക്ക് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല ഇതേപോലത്തെ കണ്ടോ കുറേ ഗ്രീനറി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് കയറിയതാണെങ്കിലും നൈറ്റ് 9 മണിക്കാണ്, 8 മണിക്കോ 9 മണിക്കോ എന്താണ് നമ്മളവിടെ എത്തിയത്. പിന്നെ കുറേ സ്ഥലത്ത് ട്രെയിൻ വെറുതെ പിടിച്ചിട്ടു. അങ്ങനെ നമ്മുടെ കുറേ ടൈം പോയി. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എത്തേണ്ടതായിരുന്നു. ബട്ട് നമ്മുടെ ഈ ട്രെയിൻ കുറേ സ്ഥലത്ത് പിടിച്ചിട്ടുകൊണ്ട് എന്താണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. നൈറ്റാണ് അവിടെ എത്തിയത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പോണത് വരെ, ആ ബാംഗ്ലൂരിൽ എത്തുന്നത് വരെ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പിറ്റേ ദിവസം നമ്മൾ കറങ്ങാൻ പോയതും അത് കഴിഞ്ഞിട്ടുള്ള മാരേജ് ഫംഗ്ഷനൊക്കെ നാളെ ആയിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. കാര്യം അല്ലെങ്കിൽ ഇപ്പം തന്നെ അത്യാവശ്യം കുറച്ച് മേ ബി ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ ഒരു വീഡിയോ പർച്ചേസ് വീഡിയോ, പിന്നെ അവിടെ എന്താണ് നമ്മളവിടുത്തെ മാരേജ് ഫംഗ്ഷനും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. കണ്ടോ ഫുൾ ഇതേപോലത്തെ മലകളൊക്കെ കാണാമായിരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴായിരുന്നു ഇതേപോലെ കുറേ മലകളൊക്കെ കാണാമായിരുന്നു. പിന്നെ അധികം കുറേ സീറ്റുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കണമായിരുന്നു. പിന്നെ ഇതേപോലെ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയതാണ് ചോറും തക്കാളിക്കറിയും, അതേപോലെ തന്നെ വേറെ എന്താണ് ചിക്കൻ വറുത്തത്, അച്ചാർ, ചെമ്മീൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉച്ചക്കല്ല, ഉച്ച കഴിഞ്ഞു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. വിശക്കുണ്ടായില്ല. അത് കഴിഞ്ഞ് കണ്ടോ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ടായിരുന്നു. കുറേ മലകളൊക്കെ ആയിട്ട് കുറേ മലകളുണ്ടായിരുന്നു അവിടെ. കണ്ടു ഇതേപോലത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോന്നും വാങ്ങിയൊക്കെ കഴിക്കുന്നുണ്ട്. കണ്ടു ഇതേപോലെ കുറേ അവിടെ സാധനങ്ങളൊക്കെ വന്നു വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം രാത്രിയായി, നമ്മളവിടെ എത്താറായില്ല, ഒരു 6-7 മണി എന്തോ കഴിഞ്ഞു. അവിടെ ഓരോ വീടുകളും കണ്ടു. ആ കാണുന്നതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. നൈറ്റ് ആയതുകൊണ്ട് വെട്ടമില്ലാത്തതുകൊണ്ട് ക്ലിയർ ആവുള്ള. പക്ഷെ ആ കാണുന്നത്, ആ ലൈറ്റ് കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇതെന്താ ഗോഡൗൺ ആണ്. ബട്ട് ആ കാണുന്നതൊക്കെ എന്തോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മളങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് പോകണം. കണ്ടോ ഇവിടെ നിന്ന് നമുക്കിനി ബസ് കയറണം. അത്യാവശ്യം വലിയ ഇതൊന്നും ഉണ്ടായില്ല. ഇനി ഇവിടെ നിന്ന് ഇത് ബാംഗ്ലൂരല്ല, നമ്മൾ ബാംഗ്ലൂരിന് എത്തുന്നതിന് മുന്നേ ഒരു ഇതായിരുന്നു. അവിടെ വണ്ടി ഇങ്ങനെ പിടിച്ചിട്ടു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നല്ല ബ്ലോക്കായിരുന്നു ബാംഗ്ലൂരിൽ. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മളിപ്പോൾ 10 മണിക്ക് ഇറങ്ങണമെന്നാണെങ്കിൽ 8 മണി 7 മണിക്ക് 8 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ പുറപ്പെടണം. എന്നാൽ മാത്രമേ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുള്ളൂ.
അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റോപ്പിലും ഓരോ സിഗ്നലാണ്, സ്റ്റോപ്പിലല്ല അടുത്തടുത്ത് സിഗ്നലുകളാണ്. അത് കഴിഞ്ഞതാ നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് തിരിച്ച് നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് പോകണേണ്. അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അപ്പോഴേക്കും പകുതിയോളം എൻ്റെ ഫോണിൽ ചാർജുകളൊക്കെ തീർന്നു, ബാറ്ററി ലോ കാണിക്കാൻ തുടങ്ങി. അവിടെ ഇതേപോലെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടോ. പിന്നെ ഞങ്ങൾ നൈറ്റ് എന്ത് ചെയ്യും, ഇത് സ്റ്റേഷൻ നമ്മൾ പുറത്തോട്ടുണ്ടാണ്. ഇവിടെ കുറേ കടകളുണ്ട്, കുറേന്ന് വെച്ചാൽ കുറേ ഇഷ്ടമാതിരി മൊബൈൽ കേസിൻ്റെയും അല്ലാണ്ടൊക്കെ കുറേ കട ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ബസ് കയറി. ഇവിടെ ഓരോ നമ്പർ ബസ്സാണ്, അപ്പോൾ അത് കയറി. ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പം സ്റ്റേ ട്യൂൺഡ്.